ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2014 മോഡൽ BMW 640 ആണ്. അപ്പോൾ 640 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ 630 ഉണ്ട്, 640 ഉണ്ട്, 650 ഉണ്ട്. അപ്പോൾ 640 വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 6 സിലിണ്ടർ ആണ്, ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന ഫ്ലഡഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലഗും അതേമാതിരി തന്നെ എയർ ഫിൽറ്റർ കഴിച്ചു നോക്കിയപ്പോൾ കംപ്ലീറ്റ് വെള്ളമാണുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിനും അതേമാതിരി തന്നെ റൊട്ടേഷൻ ആകുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻഷുറൻസിൻ്റെ പർപ്പസിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ അഴിച്ച് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്കിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രൂഫ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഓരോ ഘട്ടമായിട്ടുള്ള ഓരോ പ്രവർത്തനമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ കണ്ടല്ലോ, നമുക്കിതിൻ്റെ എഞ്ചിൻ ഓയിൽ ചോർത്തുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വെള്ളമാണ് കാണുന്നത്. അതേമാതിരി തന്നെ മിക്സഡ് ആയിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈവ് ആയിട്ട് കണക്റ്റിനോട് ബെൻഡായിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ ജാമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൊട്ടേഷൻ ആവുന്നില്ല. അപ്പോൾ അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ നമ്മൾ ഫ്ലഡഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെ ഇതിൻ്റെ ടയർ പ്രഷറിൻ്റെ കൺട്രോൾ മൊഡ്യൂൾ വരുന്ന ഈ വാഹനത്തിൻ്റെ അടിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ ടയർ പ്രഷർ സെൻസറിൻ്റെ കൺട്രോൾ മൊഡ്യൂൾ. അതേമാതിരി തന്നെ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ആക്ച്വേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഗിയർ വാഹനം വഴിയിലായി കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രലാക്കേണ്ട ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രലാവുന്നതാണ്. ഇപ്പം വാഹനം ഓൾറെഡി ന്യൂട്രലാണ് ഉള്ളത്. അതേമാതിരി തന്നെ ഇതിൽ വന്നിരിക്കുന്ന ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ 8 HP ആണ്. ഇതിൻ്റെ അകത്ത് ട്രാൻസ്മിഷൻ്റെ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന നെറ്റാണ് ഈ കാണുന്നത്. അതേമാതിരി തന്നെ ഫിൽറ്റർ നട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കണ്ടല്ലോ. ഈ ഓഡി പോർഷയൊക്കെ അപേക്ഷിച്ചിട്ട് നമ്മളെ ഈ BMW ഈ സ്റ്റിയറിംഗ് ബോക്സ് വളരെ കുറവ് കംപ്ലയിൻറ്റ് മാത്രമേ വരാറുള്ളൂ. ഇച്ചിരി വെള്ളത്തിലേക്ക് കൂടി ഓടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ അകത്ത് അത്രത്തോളം സീൽഡ് ആയത് കാരണം വെള്ളം അകത്ത് കയറാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിപ്പണിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.